ഈസ്റ്റർ നമുക്ക് വലിയ ഒരു പാഠമാണ് തരുന്നത്. ഇവര് രണ്ടുപേരും ഇവിടെ പറഞ്ഞു വെച്ചതുപോലെ ഒരടി കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു പരാജയം സംഭവിച്ചാൽ അമ്പെ തകർന്നു പോയി നശിച്ചു പോകേണ്ടവരല്ല നമ്മളെന്നും. നമ്മൾ ചെയ്യുന്നത് നന്മയാണെങ്കിൽ നന്മയുള്ള ആത്മാവ് ഉയർത്തെഴുന്നേൽക്കപ്പെടുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞു വെച്ചത്. ക്രിസ്ത്യാനികൾ ലോകമെമ്പാടും, ക്രിസ്ത്യാനികൾ മാത്രമല്ല മനുഷ്യകുലം മുഴുവൻ ലോകമെമ്പാടും ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. ഈസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വലിയ ആഘോഷങ്ങള്, ആരവങ്ങള്, ഒരു ഉയർപ്പിന്റെ സന്തോഷം, ഒരു ഉത്സാഹമൊക്കെയാണ്. എന്നാൽ പലപ്പോഴും ഇതിനു മുന്നിലെ കഥ നമ്മൾ അറിയുന്നില്ല. എന്താണ് ഇവിടെ ശരിക്കും സംഭവിച്ചതെന്ന്. ഒരു പ്രത്യേക സുപ്രഭാതത്തിൽ ഉണ്ടായ ഒരു കാര്യമല്ലല്ലോ ഈ ഉയർപ്പ്. ഇതിനു പിന്നിൽ ഒരുപാട് സംഭവ പരമ്പരകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് നോക്കി നോക്കാം. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടായിരിക്കുകയാണ്. ആരായിരുന്നു യേശു ക്രിസ്തു? കുട്ടികളെ തടയരുത്, അവരെ എൻ്റെ അടുക്കിലേക്ക് വിടുക എന്ന് പറഞ്ഞ് എപ്പോഴും കുട്ടികളെ ചേർത്ത് പിടിച്ച് അവരിൽ ഒരാളാകാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഏറ്റവും നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ. അതുപോലെ ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ഗുരു. താൻ ചെല്ലുന്നിടത്തെല്ലാം ആൾക്കാർക്ക് അന്ന് വരെ ഉണ്ടായിരുന്ന ധാരണകളെ തിരുത്താനുള്ള വിവേകവും ജ്ഞാനവും പറഞ്ഞു കൊടുത്തുകൊണ്ട് അദ്ദേഹം സഞ്ചരിച്ചു. അതുപോലെ തന്നെ തന്നെ തൊടുന്നവരെയും താൻ തൊടുന്നവരെയും ഒരുപോലെ സൗഖ്യമാക്കിയ ഒരുവൻ, ദൈവപുത്രൻ. ചെല്ലുന്നിടത്തെല്ലാം ജനാവലിയെ തന്നോട് ചേർത്ത് നിർത്താനായിട്ടുള്ള കാന്തിക ശക്തിയുള്ള ഒരു മഹാഗുരു. അതുപോലെ തന്നെ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ വേറൊരു മധ്യസ്ഥൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് വരെയുള്ള പ്രാർത്ഥനയെ പറ്റിയും മതത്തെ പറ്റിയുമുള്ള ധാരണകളെല്ലാം പൊളിച്ചടുക്കി ഒരു മതം സ്ഥാപിക്കാനല്ല, മറിച്ച് മനുഷ്യരെ രക്ഷിക്കാനാണ്, സ്നേഹമാണ് എൻ്റെ മതം എന്ന് പറഞ്ഞ് നമ്മളെയെല്ലാം ചേർത്ത് നിർത്താൻ ശ്രമിച്ച ഒരുവൻ. അതുപോലെ ഒരു ട്രൂ ലീഡർ. നമുക്കറിയാം, ഇന്ന് എന്തെങ്കിലും ചെറിയ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ആൾക്കാർ കാട്ടിക്കൂട്ടുന്ന പ്രഹസനങ്ങളും കോപ്രായങ്ങളും ഒക്കെ നമ്മുടെ ചുറ്റിലും അരങ്ങേറാറുണ്ട്. ഏതെങ്കിലും ഒരു ചെറിയ കാര്യം, എന്തിനധികം പറയുന്നു, ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയാൽ പോലും പലപ്പോഴും നമ്മൾ കാണുന്നതാണ് എത്ര കർക്കശമായ നിലപാടുകളും മറ്റുള്ളവരോട് ആ ഡോമിനൻസി കാണിക്കാനുള്ള ആ ത്വരയും ഒക്കെ ആ ലീഡറിന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അപ്പൊ ലീഡർ എന്ന് പറഞ്ഞാൽ അടക്കി ഭരിക്കേണ്ടവനാണെന്നും മറ്റുള്ളവരെല്ലാം ഭരിക്കപ്പെടേണ്ടവരാണെന്നുമുള്ള ഒരു മെസ്സേജ് പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കയറുകയും നമ്മൾക്ക് ലീഡർഷിപ്പ് എടുക്കാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളിലും നമ്മൾ അതൊക്കെ പ്രയോഗിക്കുകയും ചെയ്തു വരുന്നു. എന്നാൽ നിങ്ങളിൽ ഏറ്റവും വലിയവനാകാൻ, നേതാവാകാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും ചെറിയവനാകണം എന്ന സന്ദേശം പറഞ്ഞുകൊണ്ട് ഒരു നല്ല ലീഡർ ആരാകണം എന്ന് നമ്മളെ കാണിച്ചു തന്ന ഒരുവനാണ് യേശു ക്രിസ്തു. സ്വന്തം ശിഷ്യന്മാരുടെ തന്നെ കാല് കഴുകി അദ്ദേഹം അത് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത്രയൊക്കെ നന്മകളുള്ള ആളായിട്ടും ദൈവത്തിന്റെ പുത്രനായിട്ടും ഒരു വാക്ക് കൽപ്പിച്ചാൽ സ്വർഗത്തിലെ ദൂതന്മാർ തന്നെ വന്ന് തന്നെ രക്ഷിക്കും എന്ന 100% ഉറപ്പുണ്ടായിട്ടും തന്നെ ഏൽപ്പിച്ച ദൗത്യം സന്തോഷത്തോടെ, വേദനകൾ പലതും ഉണ്ടെങ്കിലും അത് നിവൃത്തിയാകാൻ അങ്ങേ അറ്റം വരെയും പോയ ഒരുവൻ. സർവരും ഇവിടെ തീർന്നു എന്ന് വിചാരിച്ച നിമിഷം എല്ലാ അതിർവരമ്പുകളെയും മരണത്തെ പോലും ജയിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു വന്ന ദൈവപുത്രൻ. പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെ കുരിശിന്റെ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഉയർപ്പിന്റെ അനുഭവങ്ങൾ എല്ലാവർക്കും കണ്ടുവരാറില്ല. എന്താണ് ഇതിന് കാരണമെന്ന് പരിശോധിച്ചാൽ പലപ്പോഴും ഞാൻ ഇപ്പോൾ കാണിച്ച ആ ജീസസിന്റെ ആ ഓരോ ക്വാളിറ്റീസും നമ്മളിൽ ചിലപ്പോൾ കുറഞ്ഞു പോയതാവാം എന്ന് തോന്നുന്നു.
2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണെങ്കിലും ഇതിനിപ്പോഴും വളരെയധികം പ്രസക്തിയുണ്ട്. യേശു കടന്നുപോയ ഓരോ വഴികളും ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ചേർത്ത് നിർത്തിയിരുന്നവര് നിന്ദിച്ചു, തള്ളിപ്പറഞ്ഞു, പരിഹസിച്ചു. ഒരാഴ്ച മുന്നേ വരെ ഞങ്ങളുടെ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് തെരുവോരങ്ങളിൽ നിന്ന് വിളിച്ചു കൂവിയവർ അവനെ കല്ലെറിയൂ, ക്രൂശിക്കൂ എന്ന് ആക്രോശിച്ചു. യഹൂദന്മാർ മതഭ്രഷ്ടരാക്കപ്പെട്ടവരെയും മതത്തിനെതിരെ സംസാരിക്കുന്നവരെയും ഒക്കെ കൊണ്ട് തള്ളിക്കളഞ്ഞിരുന്ന ഗോൽഗോത്ത മലയിൽ ഹീനമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത 2 കള്ളന്മാരുടെ നടുവിൽ അതിക്രൂരമായി ക്രൂശിക്കപ്പെട്ടുകൊണ്ട് തന്റെ ജീവൻ വെടിഞ്ഞു. എന്നാൽ ഈ സമയത്തും തന്നെ ക്രൂശിക്കുന്ന ഓരോ വ്യക്തികളും തന്റെ മുഖത്ത് തുപ്പുന്നവരും കുളിച്ച വീഞ്ഞ് കുളിപ്പിച്ചവരെയും നീ ദൈവപുത്രനെങ്കിൽ സ്വയം രക്ഷിക്കൂ എന്ന് ആക്രോശിച്ചവരെയും ഒക്കെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. ഇവരോട് ക്ഷമിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെയാണ് ഈ ഉയർപ്പ് ഇത്രത്തോളം ആഘോഷമാകുന്നത്. ഇനി നമുക്ക് ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ നോക്കാം. ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരുവൾ അരുണിമ സിൻഹ. ഇവരെ പറ്റി നിങ്ങളെല്ലാം കേട്ട് കാണും. ഒരു നാഷണൽ വോളിബോൾ പ്ലെയർ ആയിരുന്നു. കുറെ നാള് മുമ്പ് 2011 ഏപ്രിൽ 12-ാം തീയതി ലക്നൌവിൽ നിന്നും ഡൽഹിയിലേക്കുള്ള ഒരു ട്രെയിൻ യാത്ര ഈ സഹോദരിയുടെ ജീവിതം അമ്പേ തട്ടിത്തെറിപ്പിച്ചു. ഒരു റോങ് ടൈം, ഒരു റോങ് പ്ലേസിൽ അകപ്പെട്ടു പോയ ഒരു വ്യക്തി അനുഭവിക്കേണ്ടി വന്ന, വേണമെങ്കിൽ വിധിയുടെ ക്രൂരമായ വിളയാട്ടം എന്നൊക്കെ നമുക്ക് പറയാം. ഇവർ ക്രൂരമായി കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ടു. അവരുടെ സ്വർണമാലയും ബാഗും തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരത് ചെയ്തത്. പക്ഷെ ചെറുത്തു നിന്ന അരുണിമ സിൻഹയെ അവര് ട്രാക്കിലേക്ക്, ഓടുന്ന ട്രെയിനിൽ നിന്നും അടുത്ത ട്രാക്കിലേക്ക് വലിച്ചെറിഞ്ഞു. ഏകദേശം 49ഓളം ട്രെയിനുകൾ ആ രാത്രി മുഴുവൻ അവരുടെ ദേഹത്തൂടി കയറി ഇറങ്ങി. പാതി ട്രാക്കിലായിരുന്ന ശരീരത്തിൽ നിന്നും ഒരു കാല് നഷ്ടപ്പെട്ടു. രക്തത്തിൽ കുളിച്ച് മരണവേദനയോടെ പിടഞ്ഞുകൊണ്ടിരുന്ന അവരെ മൃതപ്രായയായ അവസ്ഥയിൽ നിന്നും രാവിലെ കുറച്ചുപേർ കണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവർ രക്ഷപ്പെടുമെന്ന് ആരും വിചാരിച്ചില്ല. മരണത്തോട് മല്ലിട്ട് അതികഠിനമായ വേദന സഹിച്ചുകൊണ്ട്, അതിലുപരി ഒരു വോളിബോൾ പ്ലെയറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ കാലുകൾ എത്ര വലുതാണെന്ന് നമുക്കറിയാം. അതില്ലെങ്കിൽ ആ വ്യക്തിയുടെ കരിയർ ഇല്ല. ഇപ്പൊ തന്റെ സ്വപ്നങ്ങളെമ്പാടും നഷ്ടപ്പെട്ട ഒരു യുവതി മരണക്കിടക്കയിൽ ആയിരുന്നപ്പോൾ പോലും അവളെ അതല്ലായിരുന്നു വേദനിപ്പിച്ചത്. കാരണം ഇത് വളരെ സെൻസേഷണൽ ന്യൂസ് ആവുകയും ലോകം അത് ഏറ്റുപിടിക്കുകയും ഇന്ത്യൻ റെയിൽവേ തടി തപ്പാനായി ഒരു പ്രസ് റിലീസ് ഇറക്കി ഇവർ ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്നും അതല്ല, അത് തെറ്റാണെന്ന് തെളിഞ്ഞപ്പോൾ അതല്ല, റെയിൽ അശ്രദ്ധമായി ക്രോസ് ചെയ്തപ്പോൾ ട്രെയിൻ ഇടിച്ചതാണെന്നും ഒക്കെ പറഞ്ഞിവർ പല പല പ്രസ്താവനകൾ ഇറക്കി ഉരുണ്ട് കളിച്ചു. ആ പെൺകുട്ടിയെ ഏറെ വേദനിപ്പിച്ചതും അതൊക്കെ തന്നെയായിരുന്നു. ജീവിക്കാൻ ഏറെ കൊതിച്ച, ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കണമെന്ന് ആഗ്രഹിച്ച ഒരാൾക്ക് ഇത് താങ്ങാവുന്നതിന്റെ അപ്പുറമായിരുന്നു. മാനസികമായും ശാരീരികമായും വളരെയധികം തകർക്കപ്പെട്ട അവസ്ഥയിൽ നിന്നും ആ കുട്ടി പതുക്കെ തന്റെ സ്വപ്നങ്ങൾ എന്താണെന്ന് ഒന്നുകൂടി പരിശോധിച്ചു. അങ്ങനെ 21 മെയ് 2013 എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ വികലാംഗയായ വ്യക്തിയായി ഇവർ മാറി. കൃത്രിമ കാലും പിടിച്ചുകൊണ്ട് നടക്കുന്നത് തന്നെ എത്ര ഭയാനകമെന്ന് നമുക്കറിയാം. ഈ അവസ്ഥയിൽ നിന്നും എവറസ്റ്റ് കൊടുമുടിയുടെ നെറുകയിലെത്താൻ വേണ്ടി അവർ അനുഭവിച്ച ത്യാഗങ്ങൾ എത്രമാത്രമായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ ഇതൊരു ഉയർപ്പിന്റെ കഥയാണ്. പക്ഷെ ഈ കഥയിൽ വില്ലൻ വേണമെങ്കിൽ വിധിയാണെന്ന് നമുക്ക് പറയാം. എന്നാലും
ആ അവസ്ഥയും തരണം ചെയ്തുകൊണ്ട് അരുണിമ വിജയക്കൊടി പാറിച്ചു. 2014 രാജ്യം പത്മശ്രീ നൽകി അവരെ ആദരിച്ചു. ഇനി നമുക്ക് ഗോകുൽദാസിന്റെ കഥയൊന്ന് നോക്കാം. ആരാണ് ഈ ഗോകുൽദാസ്? നോർത്ത് ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിലെ ഗ്രാമത്തലവനാണ് ഇദ്ദേഹം. വളരെ സത്യസന്ധനും നിഷ്കളങ്കനുമായ മനുഷ്യൻ. ഒരുപാട് നന്മകൾ ചെയ്ത് ഗ്രാമവാസികളെയൊക്കെ ഒരുപാട് സഹായിച്ചുകൊണ്ട് തന്നാലാവും വിധം ഗ്രാമത്തിലെ ഉയർച്ചയിലും വ്യക്തികളുടെ ഉയർച്ചയിലും ഒക്കെ ഒരുപാട് കാര്യങ്ങളും സംഭാവനകളൊക്കെ നടത്തി വളരെ ഹാപ്പി ആയിട്ട് ഇദ്ദേഹം ജീവിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് വളരെ യാദൃച്ഛികമായിട്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇദ്ദേഹത്തെ പറ്റി വളരെ മോശമായ രീതിയിൽ കമന്റ് പറയുന്നത് ഇദ്ദേഹം കേട്ടത്. ഇദ്ദേഹം ആകെ തകർന്നുപോയി. ഞാൻ ഇത്രയേറെ ചെയ്തിട്ടും ഇത്രയൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോർത്ത് ഈ ഗോകുൽദാസിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ഇദ്ദേഹം രാത്രികൾ ഉറങ്ങാതെ കഴിച്ചുകൂട്ടി. മാനസിക സമ്മർദ്ദം സഹിക്കാതെ വന്നപ്പോൾ അടുത്ത ഗ്രാമത്തിലെ ഒരു ഗുരുവിനെ, ബുദ്ധസന്യാസിയെ തേടി ചെന്നു. ബുദ്ധസന്യാസി ഇദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ വിഷമങ്ങളെല്ലാം അദ്ദേഹം കേട്ടു. ഇദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ വിഷമിക്കേണ്ട, എന്തായാലും നമുക്ക് പരിഹാരം ഉണ്ടോ എന്ന് നോക്കാം. താങ്കൾ ഇന്ന് എൻ്റെ ആശ്രമത്തിൽ വിശ്രമിക്കും. എന്നാൽ അന്നും നമ്മുടെ ഗോകുൽദാസിന് ഉറക്കം വന്നില്ല. ഇത്തവണ ആങ്സൈറ്റിയോ ടെൻഷനോ സ്ട്രെസ്സോ ഒന്നും ആയിരുന്നില്ല കാരണം, മറിച്ച് ആശ്രമത്തിന്റെ അടുത്തുള്ള കുളത്തിൽ താമസിച്ചിരുന്ന തവളകളുടെ കരച്ചിലായിരുന്നു. എന്തൊരു കഷ്ടമാണ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ, തവളകൾ എന്ത് ദ്രോഹമാണ് നമ്മളോട് ചെയ്യുന്നത്. ഒരു ചെറിയ മഴ പെയ്യുമ്പോഴേക്കും ഇവരെല്ലാം കൂടി ആർത്ത് കരയും, എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പരാതിയുമായിട്ടാണ് അടുത്ത ദിവസം ഗോകുൽദാസ് നമ്മുടെ ബുദ്ധസന്യാസിയെ സമീപിച്ചത്. അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ അനുവദിക്കുകയാണെങ്കിൽ എൻ്റെ അനുചരന്മാരെ വിട്ടിട്ട് ഞാൻ ആ തവളകളെ എല്ലാം പിടിച്ച് ഇല്ലാതാക്കാം. സന്യാസി സമ്മതിച്ചു. അദ്ദേഹം അവിടെ ചെന്ന് തന്റെ അനുചരനെ വിട്ടു. അദ്ദേഹം അവിടെ ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് രാവന്തിയോളം സെർച്ച് ചെയ്തിട്ടും കിട്ടിയത് ഒരു 4-5 തവളകളെ മാത്രമാണ്. ഈ തവളകളുമായിട്ട് ഇദ്ദേഹം തിരിച്ച് വന്ന് ഗോകുൽദാസിന്റെ അടുത്ത് എത്തി. അപ്പോൾ ബുദ്ധസന്യാസി പറഞ്ഞത് ഇങ്ങനെയാണ്, നോക്കൂ, നിങ്ങളുടെ പ്രശ്നവും ഇത് തന്നെയാണ്. ഏത് വെള്ളക്കെട്ടിലും തവളകൾ ഉണ്ടാവും. അവരുടെ വാ മൂടിക്കെട്ടുക സാധ്യമല്ല. നിങ്ങൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു നാൾ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. അവർ പറയുന്നതിലല്ല കാര്യം. ഇങ്ങനെ ഓരോ തവളയും കൊന്നെടുക്കാൻ പുറകെ നടന്നാൽ നമുക്ക് അതിനെ സമയം ഉണ്ടാകുകയുള്ളൂ. നിങ്ങളിത് ഇഗ്നോർ ചെയ്ത് നിങ്ങളുടെ പ്രവൃത്തിയിലേക്ക്, നന്മ പ്രവൃത്തിയിലേക്ക് തിരിച്ചു പോവുക. ഇത് കേട്ട നമ്മുടെ ഗോകുൽദാസ് വളരെ സന്തോഷത്തോടെ തൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോവുകയും ശിഷ്ടജീവിതം ഇതുപോലെയുള്ള തവളകളുടെ സ്വരം ശ്രവിക്കാതിരിക്കാൻ തൻ്റെ മനസ്സിന്റെ സ്വരം കേട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ അദ്ദേഹം പഠിക്കുകയും ചെയ്തു. ഇതും ഒരു ഉയർപ്പിന്റെ കഥയാണ്. അപ്പോൾ നമുക്ക് ബോൺ എഗെയിൻ, ഒരു വല്ലാത്ത അവസ്ഥയിൽ നമ്മൾ ആയിപ്പോയെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ അരുണിമ സിൻഹയുടെ കേസിൽ കണ്ടതുപോലെ ഒരു വിധിയുടെ വിളയാട്ടമാവാം, ഒരു മരണമോ അപകടമോ അങ്ങനെ എന്തെങ്കിലും ആവാം, പ്രിയപ്പെട്ടവർ വേർപെട്ടു പോകുന്ന അവസ്ഥ. ഇനി അതുമല്ലെങ്കിൽ പങ്കാളിയെ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ കുഞ്ഞുങ്ങളെയും ഭാര്യയും ഉപേക്ഷിച്ചു പോകുന്ന ഭർത്താക്കന്മാരും ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ചു പോകുന്ന ഭാര്യമാരും ഒക്കെ കൂടി വരുന്ന നമ്മുടെ ഈ നാട്ടില് അതിന്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. ഈ മൈൻഡ്ലെസ്സിൽ തന്നെ നമ്മളെല്ലാവരും ഓരോ വ്യക്തികളെയും കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകാറുണ്ട്. നമ്മുടെ ആടുജീവിതത്തിൽ ബെന്യാമിൻ പറഞ്ഞതുപോലെ നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമായി നമുക്ക് തോന്നാം. അപ്പോൾ അതുപോലെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വന്നു ചേർന്ന് ജീവിതമെമ്പാടും തകർന്നു പോയ അവസ്ഥയിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്കൊന്ന് ഈ കുരിശിലെ ആ ക്രൂശിന്റെ അവസ്ഥയെ ഒന്ന് ധ്യാനിക്കാം. സ്വന്തമെന്ന് കരുതിയ ചങ്ങാതി ഒറ്റിക്കൊടുത്തപ്പോൾ
എന്നും കൂടെ ഉണ്ടാകുമെന്ന് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരുന്നവൻ തള്ളിക്കളഞ്ഞപ്പോൾ, കൈ കഴുകിയപ്പോൾ സർവരും നിന്ദിച്ചു, പരിഹസിച്ചു, തുപ്പി, അടിച്ചു, ക്രൂശിച്ചു. അപ്പോഴൊക്കെ അവിടെ അനുഭവിച്ച ആ വിഷമത്തോട് നമ്മുടെ വിഷമത്തെ ഒന്ന് ചേർത്ത് വെക്കാം. ജീസസ് ക്രൂശിൽ കിടന്ന് ആലോചിച്ചത് എന്തായിരിക്കും? ഈ സമയവും കടന്നു പോകും എന്ന് തന്നെയല്ലേ? ഈ നിർമ്മമതയല്ലേ നമുക്ക് വേണ്ടത്? അതുകൊണ്ട് ഈ സമയവും കടന്നു പോകും എന്ന് മനസ്സിലാക്കുക. കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ തന്നെ സറണ്ടർ ചെയ്യുക. ചില കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. സംഭവിക്കുന്നതിന്റെ എല്ലാം കാരണങ്ങൾ തേടി പോയാൽ അതിനൊന്നും ഉത്തരം ഉണ്ടാവാനും പോകുന്നില്ല. അടുത്തതായി നമുക്ക് വേണ്ടതൊരു ബേണിംഗ് ഡിസയർ ആണ്. നമ്മുടെ അരുണിമ സിൻഹ ആ അവസ്ഥയിൽ അവൾക്കത് കഴിഞ്ഞെങ്കിൽ അതിലും എത്രയോ മെച്ചപ്പെട്ട അവസ്ഥയിലാണ് ഞാനും നിങ്ങളും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു ആഗ്രഹത്തിന്റെ തിരി, അത് തെളിയിക്കാൻ നമുക്ക് സ്വയം ആവണം. മറ്റൊന്ന്, ബിലീവ് ഇൻ യുവർ സെൽഫ്. ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് സ്വയം ബോധ്യമുണ്ടാവണം. ഡെഡിക്കേഷൻ ആൻഡ് ഹാർഡ് വർക്ക് തീർച്ചയായും അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തുടർച്ചയായി വിജയത്തിലേക്ക് പടിപടിയായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരുടെ കൂടെ മാത്രമേ പ്രപഞ്ചം പോലും നിൽക്കുകയുള്ളൂ. ഹാവിങ് ഫെയ്ത്ത്, വിശ്വാസമുണ്ടായിരിക്കുക. നമ്മൾ ഓരോരുത്തരിലും വിശ്വാസമുണ്ടാവുന്നതോടൊപ്പം വിധിയിലും വിശ്വസിക്കാൻ നമുക്ക് പറ്റട്ടെ. ഇനി നമുക്ക് മൈൻഡ് റീപ്രോഗ്രാമിംഗിലേക്ക് കടക്കാം. ജെന്റ്ലി ക്ലോസ് യുവർ ഐസ്.